ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് 31 വർഷം. മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിഹാസം എന്ന ചരിത്ര പുസ്തകത്തിന്റെ രചയിതാവ്. 27 വർഷം ഹെൽത്ത് ഇൻസ്പെക്ടറായ ആരോഗ്യ വകുപ്പിൽ സേവനം. ആരോഗ്യ സംബന്ധമായ നിരവധി കവിതകൾ, ലേഖനങ്ങൾ എന്നിവയുടെ കർത്താവ് ശ്രീ ഓരനല്ലൂർ ബാബു സാർ. സാർ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഏറെ ആദരണീയനായ ശ്രീ ഓരനല്ലൂർ ബാബു സാർ, സ്കൂളിന്റെ ചെയർപേഴ്സൺ സ്മിത നായർ, വൈസ് പ്രിൻസിപ്പൽ ജീന, എന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, കൊച്ചുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ കായി അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെയും പിന്നെ കുഞ്ഞുത്തമ്മയുടെയും മകനായി ജനിച്ച ഒരു മലയാള സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഈ ലോകത്തിലെ വളരെ കുറച്ച് പുസ്തകങ്ങൾക്ക് മാത്രമേ ബഷീർ ജീവൻ നൽകിയിട്ടുള്ളൂ. പക്ഷെ ആ ജീവൻ നൽകിയ പുസ്തകങ്ങളുടെ എണ്ണം ചെറുതാണെങ്കിലും ലോക സാഹിത്യത്തിന്റെ വലിയ കസേരയിൽ എന്നും പ്രതിഷ്ഠിക്കപ്പെട്ട എഴുത്തുകാരനാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പുസ്തകങ്ങള്, വായിച്ചു കൂട്ടിയ പുസ്തകങ്ങള് ബഷീറിനെ തന്നെയായിരുന്നു. ഇന്ന് ഈ സ്കൂളിലേക്ക് ഈ ദിവസം ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യവും ആ ദിവസം എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഓർമ്മ ദിനമായിട്ട് ഓർക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ആ മഹാനുഭാവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി നമുക്ക് അറിവ് പകർന്നു തന്നു. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വളരെ ലളിതമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള, നമുക്ക് ചിന്തകളും അതുപോലെ തന്നെ പിന്നീട് സ്നേഹവും ചിരിയും വിഷമവും ഒക്കെ നൽകുന്ന തരത്തിലുള്ള കഥകളാണ്, നോവലുകളാണ്. Thank you so much for your wonderful words and the message you have passed on to our children. Today, as we pay homage to the prolific writer Sri Vaikam Muhammad Bashir, on this beautiful day, I am here to make an important announcement. 2 of the students among you have participated in the Mann Ki Baat talent competition yesterday. These 2 children, they have adorned different roles in our school. So, with much pride and happiness, may I welcome Miss Tanmaya KJ, the former student representative of the school, and Miss Shreya Darshan, the former head girl of Indiana Public School, to come onto the stage. Along with the program coordinator, Ms. Deepa, the upper primary section head of Indiana Public School. I'm so proud to be their teacher. Ms. Shreya Darshan has been selected to the final round of Mann Ki Baat competition. Today, on this beautiful day, we have 2 more things to do. One is the inauguration of our school club. And second one, at the first time we are launching this to our school, we are launching the school FM. That is also will be inaugurated today. പുസ്തക സ്വീകരണത്തിനായി ചെയർമാൻ ശ്രീ സുദർശൻ സാറിനെ ക്ഷണിക്കുന്നു. സ്കൂൾ ക്ലബിന്റെയും എഫ്എമ്മിന്റെയും ഉദ്ഘാടനത്തിനായി ചെയർമാൻ ശ്രീ സുദർശൻ സാറിനെ ക്ഷണിക്കുന്നു. Launching our school FM today, it is going to be now launched with a beautiful song by our chairperson, Ms. Smita Nair.
ഓക്കെ, അപ്പൊ നല്ല മക്കളായി, നല്ല സ്നേഹമുള്ള നല്ല മക്കളായി വളർന്നു വരിക. ഓക്കെ. ഭൂഗോളത്തിൽ ചിരിപ്പിടിയോളം ഭാഗത്തിന്റെ ആജീവനാന്ത അവകാശികളായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായെന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ച് 2 ഏക്കർ തെങ്ങുപറമ്പാണ്. നന്നായി സ്റ്റൈലാക്കാൻ കഴിയുന്ന പഴയ വീടുമുണ്ട്. തേങ്ങ വെച്ച് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറെ മാവുകളും 2 വലിയ പ്ലാവുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പാമ്പിൽ തന്നെ കിട്ടും. പുരാതനമായ കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം. ആകെ കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹായ് എട്ടുകാരി. ഓ ഓ നീ അതിനെ കൊന്നോ? മഹാസാഹിത്യകാരി, ബേപ്പൂരിലെ സുൽത്താൻ, സാഹിത്യത്തിലെ സിംഹമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടാരത്തിൽ നുഴഞ്ഞു കയറിയ ഭീകരരിൽ ഭീകരനായ മൂഷിക ശിരോമണി. കശ്മലി, നീ എന്താണ് ഈ ചെയ്തത്? സർവചരാചരങ്ങളുടെ സ്രഷ്ടാവ്, ഈശ്വരൻ, കർത്താവ്, അല്ലാഹ് സൃഷ്ടിച്ച ജീവികളെ കൊന്നത് തരണം. നല്ല പുതുമ, ഇത് കയ്യിലിരിക്കട്ടെ. ഇന്ന് നോക്കിക്കോ, ഇന്ന് തന്നെ എലിവിഷം വാങ്ങിച്ചു വെച്ച് എല്ലാത്തിനും ശരിയാക്കും. ഇന്നു മുതൽ വീട്ടിൽ കയറി വരുന്ന ഓന്ത്, അരണ, തേട് എല്ലാത്തിനെയും കൊല്ലും. ചിതലുകൊണ്ട് ഇരിക്കാൻ വയ്യ. ഉറുമ്പ്, പാറ്റ, വണ്ട് സഹിക്കാൻ വയ്യ. ഇക്കണ്ട ജീവികൾക്കൊക്കെ നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കോ? അല്ലെങ്കിൽ അവരെന്ത് ഭക്ഷിക്കും? അവരാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. ഭവാനെ പോലുള്ളവർ കല്യാണം ഒന്നും കഴിക്കാതെ വല്ല ഗുഹയിലും തുണിയൊന്നും ഇടാതെ തപസ് ചെയ്യുകയായിരുന്നു നല്ലത്. തിന്നാനും കുടിക്കാനും പുറംപാന്തി തരാനും നീ ഉണ്ടെങ്കിൽ ഏത് ഗുഹയിലും ഘോരഘോരമായി ഞാൻ തപസ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞോളൂ, എലിവിഷം വാങ്ങാൻ ആളെ വിട്ടിട്ടുണ്ട്. നാളെ എലികളുടെ സർവനാശം. എലികളായ എലികളെ, മാപ്പാന എലികളെ സൃഷ്ടിച്ച ദൈവങ്ങളെ, നിങ്ങൾ പോർത്തു തരൂ. എടി, നിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ 500 കൊല്ലത്തിനകം ഈ ഭൂമിയിലെ സർവ്വജന്തുക്കളെയും കൊന്നത്. മനുഷ്യർ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. ഒന്ന് മാറി നിൽക്കോ, ഞമ്മളൊന്നങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്നും കാണണില്ലല്ലോ ഈ ഇരുട്ടത്ത്. ഇതെന്താ ഇവിടെ എല്ലാരും ഇങ്ങനെ ഇരുട്ടത്ത് കുത്തിരിക്കണേ? അതെ, ഒന്ന് ലൈറ്റിടോ. ഞാൻ വരാടിത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ? ഷോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ ഇയാള് ഞമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? എന്നാ മനസ്സിലായില്ല? ഞമ്മടെ സൈനബ. ഹാന്ന് അതല്ലേ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. അതോ ബാപ്പല്ല പോണത്? മൂപ്പരിവിടെ എത്തില്ലപ്പേ. ഇതെപ്പോഴേ കാണണ്ട, അതാ പുറത്തേക്ക് പോകണു. ഹാവൂ, സമാധാനായി. പോയിക്കോട്ടെ പോയിക്കോട്ടെ. എപ്പോഴെത്തില്ലേ സംഘാടകര്? എവിടെ? ആരാ നിങ്ങളാ? ഞമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ, ബാപ്പ എവിടെങ്ങാനും വരൂച്ചാലേ ഞമ്മ വരില്ലാന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പ ഒന്നും വരില്ല, വെറും സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരൂന്ന്. അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടിക്കുറുക്കി കോഴി ബിരിയാണി വെക്കൊന്നും പറഞ്ഞ് നടക്കാൻ മൂപ്പര്. എന്തിനാന്നോ? ഞമ്മള് മുത്തപ്പാന്റെ നിക്കാഹ് കഴിച്ചു. എന്താണോ മൂപ്പരെ മുച്ചീട്ടുകളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ, അതിന്റെ ദേഷ്യം ആന്ന്. അത് പോട്ടെ, ഇപ്പൊ നിങ്ങളെല്ലാരും നല്ല പത്രത്തിലാണല്ലോ കുത്തിരിക്കണേ. നല്ല കുപ്പായട്ടോ,
ഇത് കോഴിക്കോടങ്ങാടിന്ന് വാങ്ങിയതാ? നിങ്ങളെന്താ ചിരിക്കണ്? ഇത് ഞമ്മള് പെണ്ണുങ്ങള് വിശേഷം പറഞ്ഞതാട്ടോ. ഞമ്മൾ അവിടെ ഇച്ചോലക്കുള്ളൊന്നും കിട്ടൂലാട്ടോ. നല്ലത് എന്തേലൊക്കെ ഉടുത്തു വരണം നിണ്ടേനി എനിക്ക്. വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ. എന്താ പറയാ, ചായമക്കാനിന്ന് ചപ്പുക്കോന്ന് ചാടിപ്പാഞ്ഞു വന്നതല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. അല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തയും സാറാമയും സുഹറയും നാരായണിയും ഇതുപോലെ ഇന്നേ വരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ലാട്ടോ. അല്ല, അതാരപ്പോ അവിടെ കുത്തിരിക്കണ്? മാനവാരി രാമനാരല്ലേ? എല്ലാരും ഉണ്ടല്ലോ. പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞു. നിങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പാഞ്ഞു പിടിച്ചു വന്നത്? ആരെങ്കിലും ക്ഷണിച്ചോ നിങ്ങളൊക്കെ? ഇവിടെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ, വെറുതെ ഒന്നല്ല. ദാ ഇവരെ ക്ഷണിച്ചിട്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന്. ഇങ്ങക്കെന്താ അപ്പോഴത്തേക്കൊരു നാണം? അല്ല മുത്തപ്പ, ഇങ്ങോട്ടും വന്നോന്ന്? ഞങ്ങളൊറ്റക്ക് വന്നോളന്ന് പറഞ്ഞതല്ല നിങ്ങളോട്. എന്തിനാ വെറുക്കനെ ബസിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത്? പണ്ടത്തെ മാധുര്യൊന്നല്ലാട്ടോ. എന്താ അപ്പം ബസിന്റെ ഒക്കെ ഒരു കൂലി? ബസ് കൂലി മാത്രല്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇരട്ടി പൈസ ഇപ്പൊ. ആന്ന്, നിങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ ജീവിക്കണത്? അറിയാഞ്ഞിട്ട് ചോദിക്കാം. വരുന്ന വഴിക്ക് ഞമ്മള് മുട്ടായി തേവിൽ ആ അറ്റത്തുള്ള ചായപ്പീടികയിലൊന്ന് കേറി. ഒരു ചായക്ക് 8 ഉറുപ്പ്യാന്ന്. പൊറോട്ടയ്ക്ക് 8 ഉറുപ്പ്യ, കോഴിക്കറിക്ക് 90. ഞമ്മളെ ചായ വെക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ലാട്ടോ. അല്ല മുത്തപ്പ, ഇതെന്താ നിങ്ങൾ വിട്ടിരിക്കണ്? ഓ, മുത്തപ്പ പോക്കറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ടാവൂല്ലേ? അതൊക്കെ പണ്ടേനി. ഇപ്പൊ മൂപ്പർക്ക് അമ്മാതിരി ബെടക്ക് ഏർപ്പാടൊന്നുമില്ല. ഞമ്മളെ കെട്ടിയതിന് ശേഷം ആള് ഭയങ്കര നീറ്റാ. അടുത്തേക്ക് കുത്തിരുന്നോളിന്ന്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞമ്മള് ചായ വെക്കാനിൽ പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലൊക്കെ അല്ലേ പണി. ഈ ദുനിയാവില് ആദ്യമായിട്ട് പുട്ടും കടലും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. ഭാർഗവിക്കുട്ടി, ഭാർഗവിക്കുട്ടിയുടെ പാട്ട് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നീ അവിടെ എന്തെടുക്കുവാ? ഞാനാ മാവിൻചോട്ട് പോയിട്ട് ഇപ്പൊ വരാമ്മ. എന്നിട്ട് കഴിച്ചോ? എനിക്ക് മാവൻ കാണാനറിയാലോ. എന്റെ വീട് ഓടിട്ടതാണല്ലോ. നിന്നെ കണ്ട ഞാനാ. ഓ, മിഷർ കഴിക്കല്ലേ? മിഷറല്ല, കരിന്തേട് പൊതിഞ്ഞതാണ്. ഞാൻ കഴിയണം അമ്മണി. ഞാൻ കണ്ടുവച്ചതാ. ഇവിടെ എന്നെ കുറിച്ച് ആക്കണേ. ഇതാ മാങ്ങ, ഇനിയും പറിച്ചേരും. ഇതെടുത്തോ തന്നെ. സുമതി കഥയിലെ പോലെ ഒരു വലിയ മാളിക ഞാൻ പണിയും. അതിന്റെ ഭിത്തികളെല്ലാം സ്വർണ്ണാണ്. അതിന്റെ തിണ്ണ തനി മാണിക്യക്കല്ലുകളാണ്. അതിന്റെ മേൽക്കൂര എന്തായിരിക്കും സുഹറ? എന്താ മജീദേ, നീ എന്തായിരുന്നു മൂളാത്തത്? നീ എന്തിനാ
ഞാൻ വിളിച്ചിട്ട്